നവരാത്രിയുടെ 6ാമത്തെ ദിനം ദുർഗാദേവിയുടെ രൂപമായ കാർത്യായനി ദേവിയെയാണ് ആരാധിക്കുന്നത്. ഈ ദിവസം ഷഷ്ഠി തിഥി എന്നും അറിയപ്പെടുന്നു. കാർത്യായനി ദേവിയുടെ ഐതിഹ്യം: കാർത്യായനി ദേവി ദുർഗാദേവിയുടെ 9 അവതാരങ്ങളിൽ, അതായത് നവദുർഗകളിൽ 6ാമത്തെ ഭാവമാണ്. കാത്യൻ എന്ന ഒരു മഹർഷിക്ക് പുത്രിമാരില്ലാതെ ഇരുന്ന ആ ഒരു സമയത്ത് ദുർഗാദേവിയെ തൻ്റെ പുത്രിയായി ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുശേഷം അതികഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചു. അദ്ദേഹം അങ്ങനെ മുനിയുടെ തപസ്സിൽ പ്രസന്നയായ ദേവി കാത്യ മഹർഷിയുടെ പുത്രിയായി ജനിക്കാമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ കാത്യൻ്റെ പുത്രിയായതിനാലാണ് ദേവിക്ക് കാർത്യായനി എന്ന നാമം ലഭിച്ചത്. അധർമ്മിയായ മഹിഷാസുരനെ വധിക്കുവാനാണ് ദേവി ഈ ഒരു രൂപം എടുത്തതെന്നും ഐതിഹ്യമുണ്ട്. ദേവിയുടെ ഏറ്റവും ഉഗ്രരൂപങ്ങളിൽ ഒന്നായാണിത് കണക്കാക്കപ്പെടുന്നത്. കാർത്യായനി ദേവി മഹിഷാസുരമർദ്ദിനിയായി അറിയപ്പെടുന്നു. സിംഹമാണ് കാർത്യായനി ദേവിയുടെ വാഹനം. 4 കൈകളുള്ള ദേവി വാളും താമരയും ധരിച്ച് അഭയമുദ്രയും വരമുദ്രയും നൽകുന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ധൈര്യം, ശക്തി, വിജയശക്തി, ദീർഘവീക്ഷണം എന്നിവയുടെ പ്രതീകമാണ് കാർത്യായനി ദേവി. ഭക്തർക്ക് ആന്തരിക ശക്തിയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ധൈര്യവും ദേവി നൽകുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിവാഹം ആഗ്രഹിക്കുന്ന കന്യകമാർക്ക് ഈ കാർത്യായനി ദേവിയെ ആരാധിക്കുന്നത് വിശേഷപ്പെട്ടതാണെന്നും വിശ്വാസമുണ്ട്. ഈ ഒരു ദിവസം ദേവിയെ ആരാധിക്കുന്നതിലൂടെ രോഗദുരിതങ്ങൾ അകന്ന് ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും കൈവരും എന്നാണ് വിശ്വാസം.